ജനങ്ങൾ ഒഴുകുകയായിരുന്നു. ഇന്നത്തെ മണിക്കൂറുകൾ ചൂരൽമലയിൽ നിന്ന് രക്ഷാപ്രവർത്തകർ ഇറങ്ങിപ്പോകുന്ന ദിവസങ്ങളാകുന്നു. ആദ്യത്തെ ആ തിരക്ക് മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ ആ പങ്കാളിത്തം കുറയുന്നു. പക്ഷേ അപ്പോഴും ജനം പിന്തിരിഞ്ഞ് നടക്കുന്നില്ല ഷംഷാദ്. രക്ഷാപ്രവർത്തനം മാത്രമല്ല, പുനരധിവാസവും ഇതുവരെ കാണാത്ത തരത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ ഈ മണിക്കൂറുകളൊക്കെ ഇങ്ങോട്ട് വിളിച്ച ന്യൂസ് 8 വിളിച്ച ആൾക്കാരുടെ ആ കോളുകളുടെ എണ്ണം കണ്ടിട്ടാണ്. അത് ശരിയാണെന്ന് തോന്നുന്നില്ലേ? തീർച്ചയായും. ആദ്യം തന്നെ ന്യൂസ് 18 ക്യാമ്പയിൻ വൺ ഡേ ഫോർ വയനാട്. വയനാട് എൻ്റെ കൂടെ ജില്ല. അപ്പോൾ ഞങ്ങളുടെ ജില്ലയിലുണ്ടായ ഈ വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോയി അതിജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങളെടുത്തൊരു ക്യാമ്പയിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും അർപ്പിക്കുകയാണ്. അതിനോടൊപ്പം നമ്മളുടെ തെരച്ചിൽ ഇന്ന് വലിയ ജനകീയമായ തെരച്ചിൽ നടന്നു. ആ തെരച്ചിലുകൾ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇനിയും 2 ദിവസത്തേക്കാണ് സർക്കാർ തുടർച്ചയായി തെരച്ചിലുകൾ ഉണ്ടാകുമെന്നും നാളെയും മറ്റന്നാളും ചാലിയാർ കേന്ദ്രീകരിച്ച് വിപുലമായ, കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങളും മൃതദേഹ ഭാഗങ്ങളും നമുക്ക് ലഭിച്ചത് ചാലിയാറിന്റെ മേഖലയിൽ നിന്നാണ്. അപ്പോൾ സൂചിപ്പാറ, പരപ്പൻപാറ, അതുവഴി ചാലിയാർ. അപ്പോൾ ആ ഒരു പ്രദേശങ്ങളിൽ ഒരു വിപുലമായ തെരച്ചിൽ കൂടി സർക്കാർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞു. 2 ദിവസത്തേക്ക് അതും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഇപ്പം നമ്മളൊരു 2 ആഴ്ച പിന്നിടാനാവുന്ന, ഇനി നമ്മൾ പുനരധിവാസം എന്ന് പറയുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടാൻ പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. ആ ഒരു ഘട്ടത്തിലേക്ക് വളരെ നല്ല രീതിയിലുള്ള പ്ലാൻ ചെയ്തുകൊണ്ട് എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വലിയ പുനരധിവാസ പാക്കേജ്, അതായത് നമ്മൾ ഈ കേരളത്തിലുണ്ടാവാൻ പറ്റുന്ന ഏറ്റവും ഒരു മാതൃകാ പ്രൊജക്റ്റായി ഇത് മാറണമെന്നുള്ളൊരു ആഗ്രഹമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അതിന് വിവിധങ്ങളായ നിർദ്ദേശങ്ങൾ നമ്മൾ സർക്കാർ തലത്തിലുള്ള എല്ലാ യോഗങ്ങളിലും മന്ത്രിമാർക്കും ഒക്കെ നേരിട്ട് തന്നെ നമ്മുടെ നിർദ്ദേശങ്ങൾ നൽകി. അതെല്ലാം സർക്കാരിന്റെ പരിഗണനയിലുള്ളത് തന്നെയാണ്. ഇനി സർക്കാർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തൊരു പുനരധിവാസത്തിലേക്ക് കടക്കണം. കാരണം ഇപ്പം നമ്മൾ ക്യാമ്പുകൾ തുടങ്ങിയിട്ട് ഏകദേശം 13ഓളം ദിവസങ്ങളായി. ഇപ്പൊ 2 നാളെ 14 ദിവസമാവുകയാണ്. അപ്പൊ ഈ ക്യാമ്പുകളിൽ ഒരു പരിധിയിലധികം ദിവസങ്ങൾ ഒരു ജീവിച്ച് പോവുക എന്ന് പറയുന്നത് അത്ര ആശ്വാസകരമായ ഒരു കാര്യമല്ല. അത് 2 രീതിയിലാണ്. ഒന്ന്, നമ്മുടെ ക്യാമ്പുകളുള്ള സ്കൂളുകളിൽ മുഴുവൻ വിദ്യാഭ്യാസം നിലവിലില്ല. അപ്പൊ അവിടെ അതിന്റെ ആ സ്കൂളിലെ കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നം ഒരു മറുഭാഗത്തുണ്ട്. 2, നമ്മൾ ക്യാമ്പിൽ ഒരു 14 ദിവസത്തിൽ അധികമൊക്കെ ജീവിച്ചു പോകുക എന്ന് പറയുന്ന ഒരു പ്രയാസകരമായ കാര്യം, ഒരു പ്രൈവസിയുടെ ഭാഗമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ഒക്കെയുള്ള. അപ്പോൾ അവർക്ക് പെട്ടെന്ന് നമ്മളൊരു റെന്റഡ് ഹൗസ് എന്ന് പറയുന്ന വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്നു. ഇപ്പൊ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ 253ഓളം കെട്ടിടങ്ങൾ, വാടക കെട്ടിടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ സർക്കാരിന്റെ കെട്ടിടങ്ങൾ, സൗജന്യമായി ലഭിക്കാവുന്ന കെട്ടിടങ്ങൾ. ഇനി ചില ആളുകൾക്ക് താല്പര്യം ബന്ധു വീട്ടിലേക്ക് പോകാനാണ്. അങ്ങനെ താല്പര്യമുള്ള ആളുകൾക്ക് ബന്ധു വീട്ടിലേക്ക് മാറാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. അതിനോടൊപ്പം വാടക കൊടുക്കേണ്ട കെട്ടിടങ്ങൾ കണ്ടെത്തി ആദ്യത്തെ പുനരധിവാസം വാടക കെട്ടിടങ്ങളിലേക്കുള്ളൊരു മാറ്റമാണ്. അതിനോടൊപ്പം ഞാൻ ന്യൂസ് 8 തന്നെ ഒരിക്കൽ പറഞ്ഞതാണ്, ആ വാടക കെട്ടിടത്തിലേക്ക് അവർ മാറുമ്പോൾ അവർക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും കൂടി നമ്മൾ നൽകണം. കാരണം അവരുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കട്ടില്, കിടക്ക, അങ്ങനെയുള്ള അടുക്കളയിലേക്ക് വേണ്ട പാത്രങ്ങൾ അടക്കം കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ മാത്രമേ അവർക്ക് മാറാൻ പറ്റൂ. അത് നമ്മൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അതിനനുകൂലമായ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ അപർണ പറഞ്ഞതുപോലെ സഹായിക്കാൻ ഒരുപാട് ആളുകൾ നമുക്ക് തയ്യാറാണ്. നമുക്ക് അതും ഒരു ജനകീയ ക്യാമ്പയിനായി ചെയ്യാം. അതൊന്നും ഇനി ഒരാളും ബുദ്ധിമുട്ടാതെ നമുക്കൊരു ജനകീയ ക്യാമ്പയിനായി ചെയ്താൽ നമുക്ക് അതിനും സംവിധാനമുണ്ട്. ഒരു കാര്യം ഷംഷാദ് ഒന്ന് ഇടപെട്ട് ചോദിക്കുന്നത്, അപ്പോഴും ഷംഷാദ് ഇത് നമ്മൾ ജനങ്ങളെല്ലാം കൂടെ നിൽക്കുന്നു. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ മണിക്കൂറുകൾ മുഴുവൻ ജനങ്ങൾ ഇതിനൊപ്പം നിൽക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളായി ജനങ്ങൾ കൂടെ നിൽക്കുന്നു. നമ്മൾ കൂടുതൽ പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്നു. പക്ഷേ ഒരു ടൗൺഷിപ്പ്, ഒരു നിർദ്ദിഷ്ട ടൗൺഷിപ്പ് വരികയാണെങ്കിൽ അതെവിടെയായിരിക്കും, ആ ഭൂമി എവിടെയായിരിക്കും എന്ന് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് മുന്നിലോ പറയാൻ അധികൃതർ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കടന്നിട്ടില്ല. അതിലൊരു അനിശ്ചിതത്വം ഉണ്ടോ? ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരാശയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് മുന്നോട്ട് വെച്ചത്. ആ ആശയത്തെ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും പ്രദേശത്തെ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും. കാരണം ഒരുമിച്ച് വീണ്ടും ഒരു കമ്മ്യൂണിറ്റി പോലെ ജീവിക്കുക എന്നുള്ളതാണ്. അവരങ്ങനെ ആയിരുന്നു അവിടെ. നല്ല ആശയമാണ്. പക്ഷെ 2 തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അതിൽ അഭിമുഖീകരിക്കുമെന്നുള്ളതാണ്. ഒന്ന്, ഇത്രയും ലാൻഡ് ഒരു സ്ഥലത്ത് നമുക്ക് അവൈലബിൾ ആവുക എന്നുള്ളത് മേപ്പാടിയെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം കൂടുതൽ പ്ലാന്റേഷൻ ഭൂമിയാണ് മേപ്പാടിക്കകത്തുള്ളത്. അപ്പോൾ ആ പ്ലാന്റേഷൻ ഏറ്റവും കൂടുതലുള്ളൊരു പഞ്ചായത്ത് കൂടിയാണ് മേപ്പാടി. അപ്പോൾ ആ പ്ലാന്റേഷൻ ഭൂമിയിൽ ഇത്രയും 450ഓളം വീടുകൾ മിനിമം, അതായത് നമുക്ക് തകർന്ന 350 വീടുകളും പാർഷ്യലി തകർന്ന് വാസയോഗ്യമല്ലാത്ത 120 വീടുകളും കൂട്ടിയാൽ തന്നെ 470 ആയി. ഇനി നമുക്ക് അവിടുന്ന് മാറ്റി താമസിപ്പിക്കണം എന്ന് പറയുന്ന ആളുകൾ കൂടെ ആകുമ്പോൾ വലിയ എണ്ണാവും.
അത്രയും ആളുകളെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലാൻഡ് കിട്ടുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇനി കിട്ടിയാൽ തന്നെ വിദഗ്ധമായ പരിശോധന ആ ലാൻഡിന്മേൽ നടക്കണം. കാരണം ഇനിയൊരു ചെറിയ ദുരന്തം പോലും താങ്ങാനുള്ള ശേഷി വയനാടിനില്ല. അതുകൊണ്ട് ആ ലാൻഡിന്റെ സേഫ്റ്റി നമുക്ക് നോക്കണം. അതിനകത്ത് ലാൻഡ് സ്ലൈഡിന്റെ പോസിബിലിറ്റീസ് ഉണ്ടോ എന്ന് നോക്കണം, ഫ്ലഡ് അലേർട്ടിന്റെ പ്രശ്നങ്ങളുണ്ടോ നോക്കണം. അങ്ങനെ എല്ലാ പരിശോധനയും നടത്തിയാലേ ലാൻഡ് നമുക്ക് എടുക്കാൻ പറ്റൂ. പക്ഷേ അത് അത്ര ഒരു ഈസിയായി നമുക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഒരു സ്ഥലത്ത് എന്നുള്ള ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ അപ്രായോഗികമാവാനൊരു സാധ്യത ലാൻഡിന്റെ കാര്യം വെച്ചുണ്ടാവും. വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ ഈ ലാൻഡ് അത്രയും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ 2 or 3 കമ്മ്യൂണിറ്റി ലിവിംഗ് ആയിട്ട് വേണ്ടി വരും ചിലപ്പോൾ ഇതിനെ പ്ലാൻ ചെയ്യാൻ. അപ്പോൾ സർക്കാരിന്റെ തലത്തിൽ നിന്ന് ഒരു കൂടിയാലോചന ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്തതിന് ശേഷം ആയിരിക്കാം ഇതിന്റെ ഒരു ഫൈനൽ ഡിസിഷൻ വരിക എന്നുള്ളത് കൊണ്ടാണ് ഈ ലാൻഡ് എവിടെയാണ് എന്നുള്ളത് പറയാറ്. പക്ഷേ മേപ്പാടിയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ പഞ്ചായത്തിൽ തന്നെ താമസിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. മുണ്ടക്കൈ ചൂരൽമലക്കാരുടെ ഏറ്റവും വലിയ ആഗ്രഹം. അവർക്ക് അവിടുന്ന് വിട്ടുപോവുക എന്ന് പറയുന്നത് അത്ര ആശ്വാസകരമായ കാര്യമല്ല. അതുകൊണ്ട് അവർ പ്രിഫർ ചെയ്യുന്നത് ആ പഞ്ചായത്ത് തന്നെയാണ്. അപ്പോൾ ആ പഞ്ചായത്തിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളുണ്ട്, എസ്റ്റേറ്റുകളാണ്, പ്ലാന്റേഷനാണ്. അതിനിടയിൽ ഇത്രയും വലിയ പ്ലോട്ട് നമുക്ക് കിട്ടുമോ എന്നുള്ളത് സർക്കാർ തലത്തിൽ വ്യക്തത വരുത്തേണ്ട കാര്യം. ഞാൻ തിരികെത്താം ശ്രീ